അല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അത് വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും കാലം പറഞ്ഞിരുന്നത് പിണറായി വിജയൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നെന്നായിരുന്നല്ലോ. പിണറായി വിജയൻ മുസ്ലിങ്ങളുടെ വ്യക്താവാണെന്നും പറഞ്ഞിട്ടാണല്ലോ നടന്നത്. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുമ്പോഴോ അത് നേരെ തിരിച്ചു പറയുകയാണ്. ശ്രീ എ പത്മകുമാർ, ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിക്ക് ശേഷം ആ രീതിയിൽ ഒരു പൊളിറ്റിക്കലി ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ CPM-ന്? എന്ത് ഷിഫ്റ്റാണ് ഉണ്ടായത്? ചിലപ്പോൾ ഈ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം വോട്ടിന് വേണ്ടി എല്ലാം എന്തിനാ അങ്ങനെ ഒരു ദോഷം കാണുന്നത്? 1 കിലോ സ്വർണ്ണം എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ കാണിച്ചാൽ അവരാഗ്രഹിക്കും അതുകൊണ്ട് മാക്സിമം ആഭരണങ്ങൾ ഉണ്ടാക്കിയിടണമെന്ന്. ഒരു സ്വർണ്ണക്കടക്കാരനെ കാണിച്ചാൽ അത് വിറ്റിട്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. സ്വർണത്തിന് മാറ്റമില്ല, കാണുന്ന കണ്ണിന്റെ പ്രശ്നം. ഈ ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. അതിനെ പ്രതിരോധിക്കാൻ CPM മുൻകൈയെടുത്ത പ്രക്ഷോഭങ്ങളും നമുക്കറിയാം. മനുഷ്യ മതിലടക്കമുള്ളവ നമ്മൾ കണ്ടതാണ്. അതിൽ മുന്നിട്ട് നിന്ന സംഘടനയാണ് KPMS. അതിന്റെ നേതാവാണ് പുന്നല ശ്രീകുമാർ. അവരൊക്കെ ഇതിനെ തള്ളിപ്പറയുകയാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ എല്ലാ സമുദായ സംഘടനകളെയും ഇതിന് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? ഒരു ഈ രീതിയിൽ വിമർശനം നേരിടുമ്പോൾ എന്താണ് മറുപടി പറയാനുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞു വന്നതല്ലേ, അതിനിടയ്ക്ക് അങ്ങനെ കയറിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പറയാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 99 സീറ്റുമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ഈശ്വര വിശ്വാസത്തിനെതിരല്ല, ഈശ്വര വിശ്വാസികൾക്കെതിരല്ല. അവരുൾപ്പെടെയുള്ളവരുടെ, നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ്റാണിത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ മാത്രം താല്പര്യമേ സംരക്ഷിക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ മറ്റേ വിഭാഗത്തിൻ്റെ മാത്രം താല്പര്യമേ സംരക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ലല്ലോ. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള CPM എടുത്തിട്ടുള്ള നിലപാടുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നേരത്തെ പറഞ്ഞത്. പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് മുസ്ലിമിനെ, മരുമകനെ, ഇതൊക്കെ നിങ്ങൾ ആക്ഷേപിച്ചവരല്ലേ? അവരല്ലേ ഇപ്പോൾ പറയുന്ന അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ പോകാൻ പാടില്ലെന്ന്? പിണറായി വിജയൻ അല്ലാതെ ഈ കേരളത്തിൽ ആര് പോകണമെന്നായി പറയുന്നത്? യാതൊരു വിലയില്ലാത്ത ആൾക്കാർ പോകണോ? അതോ 99 സീറ്റും പിടിച്ച് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പിണറായി വിജയന് അവകാശമില്ലേ? പിണറായി വിജയനല്ലേ അവകാശം?